ഇലാഹിലെ ഗ്രൂപ്പിലെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും. ഹസ്ബുനല്ലാഹ്. ലോകത്ത് നിലനിന്നിരുന്ന മുഴുവൻ പ്രത്യയശാസ്ത്രങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത ഒരേ ഒരു വിധിവിലക്കുകൾ ഇസ്ലാമിക വിധിവിലക്കുകൾ മാത്രമാണ്. കാരണം അത് ദൈവിക നിയമങ്ങളാണ്. ആദം നബി അലൈഹിസ്സലാമിലൂടെ ഇസ്ലാമിക നിയമാവതരണം തുടങ്ങി. മുഹമ്മദ് നബിയിലൂടെ അത് പൂർത്തീകരിച്ചു. ഇന്ന് നമ്മുടെ മുത്തുനബി ആരാണ്? ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബർണാഡ് ഷാ പറയുകയുണ്ടായി, ഇന്ന് ലോകത്തിൻ്റെ നേതൃത്വം മുഹമ്മദിൻ്റെ കയ്യിലായിരുന്നുവെങ്കിൽ ലോകത്ത് സമാധാനം നിലനിന്നിരുന്നേനെ. മുഹമ്മദിൻ്റെ വിശാല വീക്ഷണം ജീവിതത്തിൻ്റെ എല്ലാമായിരുന്നു. പുതിയ കാലഘട്ടത്തിന് മാതൃകയാവാൻ മുഹമ്മദിന് കഴിയും. ജോൺസൺ പറഞ്ഞ വാക്കുകളാണിത്. ഇന്നും ഈ കാലഘട്ടത്തിലും മുത്തുനബിയുടെ നിയമങ്ങൾക്ക് ഒരു കോട്ടവും ഒരു കുറവും ഇല്ല. മാനവ സമൂഹത്തിൻ്റെ പരിഷ്കർത്താക്കളിൽ പ്രമുഖനാണ് മുഹമ്മദ് നബി. ഒരു സമൂഹത്തെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് മാതൃകാ സമൂഹമാക്കി ഉയർത്തി നരമേധത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ആശയം നൽകിയ മുഹമ്മദ് നബി സമാധാന ദൂതനാണ്. ടോൾസ്റ്റോയ് പറഞ്ഞ വാക്കുകളാണിത്. വൈദേശികനായ ഒരു ആചാര്യൻ മുഹമ്മദ് എന്ന് പേരോടുകൂടിയവൻ ശിഷ്യശാഖകളായി കടന്നുവരും. വളരെയേറെ പഴക്കം ചെന്ന ഭവിഷ്യപുരാണത്തിൽ മുഹമ്മദ് നബിയുടെ വരവിനെപ്പറ്റി പ്രവചിച്ചതാണിത്. തത്വചിന്തകൻ, പ്രാസംഗികൻ, പ്രവാചകൻ, നിയമാതാവ്, യോദ്ധാവ്, വ്യക്തിപരമായ ആശയങ്ങളുടെയും തത്തുല്യമല്ലാത്ത വിഭാഗത്തിൻ്റെയും അധിപൻ. മനുഷ്യമഹത്വത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങൾ വെച്ചളന്നാലും നാം ചോദിച്ചേക്കാം, മുഹമ്മദിനേക്കാൾ മഹാനായി ആരുണ്ട്? ലാമാർട്ടിൻ്റെ വാക്കുകൾ. ഹിസ്റ്ററി ഓഫ് തുർക്കി. ഖുർആൻ മുത്തുനബിയെപ്പറ്റി പറഞ്ഞത് സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ നാം നിന്നെ അയച്ചിട്ടില്ല എന്നാണ്. ഡോക്ടർ ആനി ബസന്റ് പറയുകയാണ്, അറേബ്യയിലെ മഹാനായ പ്രവാചകൻ്റെ ജീവിതവും പെരുമാറ്റവും പഠിക്കുകയും അദ്ദേഹം ജീവിച്ചതും പഠിച്ചതും എങ്ങനെയെന്ന് അറിയുകയും ചെയ്യുന്ന ആർക്കും ഉന്നതനായ ആ പ്രവാചകനോട് ആദരവ് മാത്രമേ തോന്നുകയുള്ളൂ. എന്നാൽ ഈ നൂറ്റാണ്ടിൽ അമ്മ മക്കളെ കൊല്ലുന്നു, മകൻ ഉമ്മയെ കൊല്ലുന്നു, മൂത്ത സഹോദരൻ ഇളയ സഹോദരനെ കൊല്ലുന്നു. അടുത്ത നൂറ്റാണ്ടിൻ്റെ വരവേൽക്കുമ്പോഴും നാം ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഈ നൂറ്റാണ്ടിൽ ഇതുവരെയും പ്രതാപം നഷ്ടപ്പെടാതെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ഒന്നാണ് ഇസ്ലാം. പാരമ്പര്യ മുസ്ലിം ആയതുകൊണ്ടായില്ല. ആരാണ് മുസ്ലിം? ഒരു മുസ്ലിമിന് ആരോടൊക്കെ ബാധ്യതയുണ്ട്? അവൻ്റെ ജീവിത ലക്ഷ്യമെന്ത്? എന്നിങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി മുസ്ലിങ്ങൾ രക്ഷിതാക്കൾ മക്കൾക്ക് ഉദ്ബോധനം കൊടുത്തുകൊണ്ടേയിരിക്കുക. CBSE വിദ്യാഭ്യാസം പോരാ, മതവിദ്യാഭ്യാസം നൽകുക. നബി പഠിപ്പിച്ചു വന്ന ചെറുതും വലുതുമായ എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ ചെറുപ്പം മുതൽ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അത് ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി ശീലിപ്പിക്കുകയും ചെയ്യുക. ചെരുപ്പ് ധരിക്കുമ്പോഴും ഡ്രസ്സ് ധരിക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴും ബിസ്മി ചൊല്ലി വലതുവശത്തുനിന്ന് തുടങ്ങണമെന്ന് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആ കുട്ടി ബിസ്മി കൊണ്ട് എല്ലാം തുടങ്ങണം. മോളെ എന്ന് പഠിപ്പിച്ചാൽ ആ കുട്ടി ഒരിക്കലും ഒരു കൊലപാതകിയോ മറ്റോ ആവുകയില്ല. ഇതിന് ആര് വിചാരിക്കണം? മാതാപിതാക്കൾ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്രയും എന്നെ മുത്തുനബിയെപ്പറ്റി വലിയ ആളുകൾ പറഞ്ഞ ഈ വാക്കുകളെ പറയിപ്പിക്കാൻ കാരണം ഒരു നിരീശ്വരവാദി പറഞ്ഞിരുന്നു മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇന്നത്തെ ചോദ്യം, ഖുർആൻ മുഹമ്മദ് നബിയെപ്പറ്റി പറഞ്ഞ ഒരു വാക്ക് ഞാനിതിൽ പറയുന്നുണ്ട്. ഏതാണത്? ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളായ മക്കളാക്കി അല്ലാഹു തആല തരട്ടെ. മുത്തുനബിയെപ്പറ്റി പറഞ്ഞ ഒരു ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് 3 സ്വലാത്ത് ചൊല്ലി പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.